ഇപ്പോൾ 2-3 പശുക്കൾ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നായിട്ട് പ്രസവിച്ചിട്ടുള്ളൂ. 4 പശുക്കൾ ഇപ്പോൾ 4 ദിവസം കൊണ്ട് 3-4 പശുക്കൾ പ്രസവിച്ചു. ക്ഷീരവികസനത്തിന്റെ നല്ല സഹായങ്ങൾ നമുക്ക് ഉണ്ടായിട്ട്, അതായത് കറവ് മെഷീൻ ഉണ്ട്, കറവ് മെഷീൻ സബ്സിഡി ഇട്ടുണ്ട്, 5 പശുക്കളെ കിട്ടിയിട്ടുണ്ട്. ഒരു പശുഫാം തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങണം, എന്ത് തീറ്റ കൊടുക്കണം, ഏത് പശുവിനെ വളർത്തണം എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാറുണ്ട്. അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന സ്ഥലത്ത് യുവ ക്ഷീര കർഷകനായ മുഹമ്മദ് സാലിഹിന്റെ വീട്ടിലാണ്. ഇവിടെ വീടിനോട് ചേർന്നുള്ള ഫാമിൽ 14 ജേഴ്സി ക്രോസ് പശുക്കളുണ്ട്. പിന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 90% വീടുകളിലാണ് വിൽപ്പന. അപ്പോൾ മുൻ പ്രവാസിയായ ഇദ്ദേഹം എങ്ങനെയാണ് പശുഫാം തുടങ്ങിയെന്നും ഗവൺമെന്റ് സഹായങ്ങൾ എന്തൊക്കെ കിട്ടിയെന്നും ഇദ്ദേഹം ഫാം തുടങ്ങിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു എന്നൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. പേര് പറയാവോ? മുഹമ്മദ് സാലിഹ്. ഓക്കെ. ഇവിടെ മൊത്തം മിക്കതും ജേഴ്സി പശുക്കളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ജേഴ്സി പശുക്കളെ തെരഞ്ഞെടുത്തത്? ജേഴ്സി പശുക്കൾ നമ്മൾ ഫാം തുടങ്ങുന്ന സമയത്ത് തന്നെ ചെറിയ പശുക്കളെ എടുത്ത് കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് പശുക്കൾ. അപ്പോൾ 2 പശുക്കളെ ഫസ്റ്റ് എടുത്തു, 2 ജേഴ്സി പശുക്കളെ എടുത്തു, ഫാം സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമുക്ക് പഠിക്കാനും അന്ന് തന്നെ നമുക്ക് അറിയുന്ന വലിയ പശുക്കളെ എടുത്തുകാണ്ട് തുടങ്ങാനും താല്പര്യമില്ല. ചെറിയ 2 പശുക്കളെ ജേഴ്സി പശുക്കളെ എടുത്തുകാണ്ട് അതെങ്ങനെ നോക്കാം, എങ്ങനെ അതിൻ്റെ മുന്നോട്ടുള്ള നീക്കമൊക്കെ നമ്മളങ്ങനെ പഠിച്ചു കാണാം. അപ്പോൾ ജേഴ്സികൾ പശുക്കൾ എടുത്തപ്പോൾ അത് പ്രശ്നമില്ലാന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും പശുക്കളെ ചെറിയ പശുക്കളെയും ജേഴ്സി പശുക്കളും എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ എടുത്തപ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളോ രോഗങ്ങളോ ഒക്കെ വളരെ കുറവായിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പോൾ പിന്നീട് ആ പശുക്കളെ ഫാറ്റും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സൊസൈറ്റിയിലെ പാല് കൊടുത്തു തുടങ്ങി. പിന്നെ വീടുകളിലൂടെ പാലിൻ്റെ കോണ്ടാക്ട് ഇങ്ങോട്ട് വന്നു, നമുക്ക് ചോദ്യം വന്നു, പാല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിയോ തുടങ്ങി. അതോടുകൂടി നമ്മൾ ഫുള്ള് ഏകദേശം 90% പാലും വീടുകളിലൂടെ ലോക്കൽ സെയിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ പാലിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ബെറ്ററായിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ജേഴ്സി ക്രോസ് HF ക്രോസിൽ തുടങ്ങിയപ്പോൾ ഫാറ്റിന് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പാലിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ വീണ്ടും പിന്നെ നമ്മൾ പശുക്കളെടുത്തണം മൊത്തം ജേഴ്സി പശുക്കളാക്കി മാറ്റിയിട്ടുള്ളൂ. അതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര ജേഴ്സി പശുക്കളുണ്ട്? ഇപ്പോ 9 ഉണ്ട്. 9 ജേഴ്സി, ഫുള്ള് ജേഴ്സി, ചെറിയ ക്രോസ് കാര്യങ്ങളുള്ളൂ. HF പ്യുവർ HF ഇല്ല. ഇത് നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള പശുക്കളെ തെരഞ്ഞെടുത്ത ജേഴ്സി പശു. അതെ. രോഗം വളരെ കുറവാണ്. പിന്നെ കൈകാര്യം ചെയ്യല്, തീറ്റ ചെലവ്, കാൽസ്യത്തിന്റെ പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് സംഭവങ്ങളില്ല. ചെറിയ പ്രശ്നങ്ങളുള്ളൂ, അല്ല വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നത്? 7 വർഷമായി. 7 വർഷം കഴിഞ്ഞ് 8ാമത്തെ വർഷത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നത്? അതല്ല, അത് നമ്മളെ താല്പര്യം, ഒന്ന് പശുവിനേറ്റുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് വലിയൊരു മാർക്കറ്റായിട്ട് നമുക്കൊരു നല്ലൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെറിയ പശുക്കളെ 2 പശുക്കളൊക്കെ ഒന്ന് വളർത്തിക്കാണ്ട് ലോക്കൽ സെയിൽ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ തന്നെ അധ്വാനിച്ചാൽ അത്യാവശ്യം ലാഭവും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. അതല്ല, വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇതിനെ മുൻ പരിചയമുണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഇല്ല, മുൻ പരിചയമല്ല, പ്രവാസിയായിരുന്നു. 4 വർഷം എല്ലാരും പ്രവാസികളെ എല്ലാരും ഈ പശു വളർത്തുന്ന ആഗ്രഹിക്കുന്നു. 4 വർഷം പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാൻ താല്പര്യം, നമ്മൾ അവിടെ അധ്വാനിക്കണം അതേപോലെ തന്നെ ഇവിടെയും അധ്വാനിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കാൻ കഴിയുന്ന ഉറപ്പ് തോന്നി. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. അധ്വാനിക്കേണ്ടി വന്നു. നല്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല അധ്വാനം വന്നിട്ടുണ്ട്. പശു ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. 5-6 പശുക്കളൊക്കെ ആയിരുന്നു. സ്വന്തമായിട്ട് 2.5 വർഷത്തോളം ഒറ്റക്ക് നോക്കി പുല്ലുവെട്ടലും കറവും ലോക്കൽ സെയിലും എല്ലാം ഒറ്റക്ക് ചെയ്തിരുന്നു. പിന്നെ അതിന്റെ ശേഷം 3 വർഷത്തിന് ശേഷം പിന്നെ 2-3 പശുക്കളെ കൂട്ടി ജോലിക്കാരെ വെക്കുകയും ചെയ്തു. ഈ മുൻപരിചയം ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ എത്ര പശുക്കളുണ്ട്? 9 പശുക്കളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്ന് ഫാമിലി സപ്പോർട്ടാണ് മെയിൻ ആയിട്ട്. മദർ ബ്രദേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ജോലിക്കും അവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാവരും സപ്പോർട്ട്. പല ബുദ്ധിമുട്ടുകളും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കൊറോണയാണ്. കൊറോണ സമയത്ത് 7-8 പശുക്കൾ അന്നേ ഉണ്ട്. ആ സമയത്ത് പശുക്കളെ ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും മറ്റേ കോവിഡ് വന്നു. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അന്ന് പശുക്കളെ നമുക്ക് കറക്കാനും ബുദ്ധിമുട്ടായിരുന്നു. പാല് എല്ലാം ഈ 18-17 ലിറ്ററിന്റെ പശുക്കളൊക്കെ ഏകദേശം 6 ലിറ്ററിമൊക്കെ വന്നു. അന്ന് പെല്ലറ്റ് കൊടുക്കാൻ പറ്റില്ല, വെറും വഴിക്കോല് കൊടുത്തുകൊണ്ട് പശുക്കളെ കറക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വന്നു. അങ്ങനെ ഒരു 20 ദിവസം കൊണ്ട് ഫാം പറ്റ ഡൗൺ ആയി വന്നു. അതിന് പിന്നെ
നമ്മള് മനക്കരുത്ത് കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഫാദറിന് കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഫാദർ എനിക്ക് കറക്കാനൊന്നും അറിഞ്ഞില്ല, കൈ കൊണ്ട് കറക്കാനൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഫാദർ ഒപ്പം വന്ന് കണ്ട് ഇരുന്ന് ഒരു സൈഡിൽ ഫാദർ ഇരിക്കും, മറ്റേ സൈഡിൽ ഞാനിരിക്കും. രണ്ടാൾമാരുടെ കൂടി കറന്ന് കണ്ട് ഫസ്റ്റ് 2 പശുവിനും. അപ്പൊ ഒരു 1.5 മാസം കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം കറവ് ക്ലിയർ ആയി. പശു തന്നെയാണ്. അന്ന് രാവിലെ ഒരു 6 വൈകുന്നേരം ഒരു 3 ലിറ്റർ കിട്ടണോ ചെറിയ പശുവിനടുത്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സക്സസ് ആയി. പിന്നെ വീണ്ടും പിന്നെ കുറച്ച് ഏകദേശം കുഴപ്പമില്ലാത്ത പശുക്കൾ ഇപ്പൊ തന്നെ ഒരു 20 ലിറ്ററിന്റെ ഉള്ളിലെ നമുക്ക് ജേഴ്സി പശുക്കൾ എടുക്കാൻ കഴിയും, ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാലും വലിയ ബുദ്ധിമുട്ടും പശുക്കളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ നമുക്ക് കാണാട്ടോ. അതിപ്പോ തീറ്റ സമയമാണ്, എത്ര ടൈമിലാണ് കൊടുക്കുന്നത്? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. കറവ ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ 2:30 മണി 3 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 3 മണിയാണ് സ്റ്റാർട്ട്. കറവയ്ക്ക് മുന്നെയാണ് ഇത് കൊടുക്കുന്നത്? അല്ല, കറവിന്റെ നമ്മളിപ്പോ പശുവിനെ കറക്കുന്ന സമയത്ത് തന്നെ അവരെ മുന്നിൽ തീറ്റ വെച്ച് കൊടുത്തുകൊണ്ടാണ് കറക്കണേ. ഫിഷിംഗ് കറവാണ്. അതായത് മുന്നേ തീറ്റ കൊടുത്തിട്ട് പിന്നെ കറവ് എടുക്കുന്നല്ല, പശുവിനെ കറക്കുന്ന അതേ സ്പോട്ടില് പശുവിനെ തീറ്റി വെച്ചു. അത് പണി എളുപ്പമാണ്. പിന്നെ അവരെ ശ്രദ്ധ ചിലപ്പോ അതിലോട്ട് പോകും, കറക്കാൻ എളുപ്പമായിരിക്കും. മെഷീൻ കറവാണ്, സ്പീഡിലൊരു പരിപാടി കഴിയും. ഇതിൽ സുപ്രീം ഉണ്ട്, ഗ്യാസിന്റെ സുപ്രീം ഉണ്ട്, ചോളത്തോട് ഉണ്ട്, ചോളപ്പൊടി ഉണ്ട്. ഈ 3 തീറ്റാണ് കൊടുക്കുന്നത്. എത്ര കിലോ വെച്ച് നമ്മൾ കൊടുക്കും? ഇതൊരു നേരം 3 കിലോ സുപ്രീം കൊടുക്കും, ഒരു നേരം കൊടുക്കും. പിന്നെ ചോളപ്പൊടി 1.5 കിലോ, 1 കിലോന് തവിട് 1.5 കിലോ കൊടുക്കും. ചോളത്തോട് കുഴച്ച് ജസ്റ്റ് കുറച്ച് വെള്ളം പാരും, അതൊന്ന് കുഴച്ചിങ്ങാണ്ട് അങ്ങനെ കൊടുക്കും. അപ്പൊ ഈ ജേഴ്സി പശുക്കൾക്ക് ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോ എത്രത്തോളം ചെലവ് വരും നമുക്ക്? ചെലവ് ഇപ്പൊ നമുക്കൊരു 300-320 ആ റേഞ്ചിലൊക്കെ ഒരു ദിവസം ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇതെന്താ പാലുൽപാദനം അനുസരിച്ചാണ് ഇവർക്ക് തീറ്റ? അതെ. പാലിനനുസരിച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല തീറ്റും. പിന്നെ പാല് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ കമ്മിയാക്കൂല. കൂടുതൽ കമ്മിയാക്കി നമ്മൾ എത്ര കമ്മിയാക്കണം അതിനനുസരിച്ച് ചെറിയ മാറ്റം വന്ന് പാലിലും കുറച്ച് കമ്മിയായി കൊണ്ടേയിരിക്കും. അപ്പൊ ചെറിയൊരു വേരിയേഷനൊക്കെ എല്ലാ പശുക്കൾക്കും നടത്തും. അത് സുപ്രീമിന് മാത്രമേ ഉള്ളൂ, പെല്ലറ്റിനേ ഉള്ളൂ. തവിടും ചോളപ്പൊടിയും ഒരേ ലെവലിൽ നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. തവിട് മെയിൻ ആയിട്ട് എപ്പോഴും കൊടുക്കും, ഒരേ ലെവലിൽ എല്ലാ പശുക്കളും. പാലുൽപാദനം കൂടാൻ വേണ്ടിയാണ് ഈ പെല്ലറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ പശുക്കളൊക്കെ എവിടുന്ന് വാങ്ങണേ? ഇത് നമ്മള് കൂടുതലും ഈരോട് ചന്തീന്ന് മേടിച്ചു. ശക്തി 3 വർഷമായിട്ട് ശക്തി തന്നെ പരിചയമുണ്ട്. 3 വർഷം മുന്നേ എടുത്തിട്ടുണ്ട് അവിടുന്ന്. പിന്നെ ഇടക്കിടക്ക് പോയി കൊണ്ടും പിന്നെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പശുക്കളും ഉണ്ട്. പക്ഷെ ശക്തി എണ്ണൻ്റെ ഇപ്പൊ ഇല്ലിൽ കൂടുതൽ പശുക്കളും അവിടുന്ന് കൊടുക്കും. ഈ പശു ശക്തി എണ്ണൻ്റെ എടുത്താണ്, ഇത് എടുത്താണ്. ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈറോഡിന്ന് പശുക്കളെ എടുത്തിട്ട്? നല്ല മാർക്കറ്റാണ്. മറ്റേ പശുക്കള് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം പശുക്കളെ വലിപ്പം നമുക്ക് നല്ല റേഞ്ചില് പശുക്കളെ കിട്ടും ചെയ്യും. ഹെൽത്തിയാണ്. അത് ബ്ലാക്ക് മെജോറിറ്റിയിലെ പശുക്കളെ നമ്മള്. ഇതൊക്കെ 20 ലിറ്റർ ഉണ്ട്. 20 ലിറ്റർ 20 ലിറ്റർ പാലുൽപാദനം കിട്ടും. അല്ല, ക്രോസ് പ്യുവർ ആയിട്ടും കിട്ടും. ഇതൊക്കെ 20-21 ലിറ്റർ പാല് കിട്ടിയാണ്. അത് 22 ലിറ്റർ പാല് കിട്ടിയാണ് ഈ പശു. എത്രാമത്തെ പ്രസവമുള്ള പശുവാണ്? ഇതൊക്കെ 3 പ്രസവം. 3 പ്രസവം. നമ്മൾ മാക്സിമം എത്ര പ്രസവം വരെ നമ്മൾ നിർത്തും? 3 പ്രസവം വരെ നമ്മൾ എടുത്ത് ഒരു 3-4 പ്രസവം വരെയൊക്കെ നമ്മൾ നിർത്തും. അതിൽ കൂടുതൽ നിർത്താറില്ല. ജേഴ്സി പശുക്കളെ കൂടുതലും പ്രസവം വരെ നിർത്താന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, നമ്മള് 4 പ്രസവം വരെയൊക്കെ ഉള്ളു നിർത്തല്. പിന്നെ എടുക്കുമ്പോ 2ാം പ്രസവത്തില് അല്ലെങ്കിൽ കടിഞ്ഞു പശു, ആ പശു കടിഞ്ഞൂലാണ്. ഇവിടെ എല്ലാം കുത്തിവെക്കുന്നതൊക്കെ ജേഴ്സി പശു. അവിടെ കുട്ടികളുണ്ട്. അതെ. അതെന്താ അങ്ങനെ? അത് ഇവിടുന്ന് സെമന് കിട്ടുന്ന ലോക്കല് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സെമന് ഡോക്ടർമാർ വന്ന് കുത്തിവെക്കുന്നു. കൂടുതലും ഇങ്ങനത്തെ കുട്ടികൾ തന്നെ വരിക. ഇവിടെ ഉണ്ടായ കുട്ടികൾ കറ പശുക്കളായവരുണ്ടോ? അതെ, ഈ പശു. ഇതിപ്പോ എത്രാമത്തെ പ്രസവം? ഇത് ഫസ്റ്റ്. എത്ര ലിറ്റർ പാലുൽപാദനം? 17 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. 17 ലിറ്റർ പാല് കിട്ടുന്നുണ്ടോ? നല്ല ബ്രീഡ് കുട്ടിയാണ് ഇവിടെ ഉണ്ടായ. നല്ല ജേഴ്സി കുട്ടിയൊക്കെ ഉണ്ടായ. നമുക്ക് എടുത്ത ഇവിടെ കുത്തിവെച്ചല്ല, മുട്ട കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ മുന്നേ 2-3 പശുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കൊടുത്തപ്പോ ലാസ്റ്റ് 1-2 പശുക്കൾ എടുത്തപ്പോ ആ പശുക്കൾ ഒഴിവാക്കി. അതുവരെ ഉണ്ടായിരുന്നു. ഒരു 4 വർഷം 5 വർഷത്തോളമായിട്ട് നല്ല പശുക്കൾ ഉണ്ടായിരുന്നു. സാധാരണ ഇപ്പൊ എത്ര ലിറ്റർ പാലുൽപാദനമാണ് ആവറേജ് വരുന്നത്? ആവറേജ് 17 ലിറ്റർ ഏകദേശം പശുക്കളൊക്കെ വരുന്നുണ്ട്. 17-20 ആ റേഞ്ചിലൊക്കെ വരും എല്ലാ പശുക്കളും. 20ന്റെ മേലെ വരുന്നതുകൊണ്ട് 17 കൂടുതൽ കുറവ് വന്നിട്ടില്ല. ഈ പശുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അത്യാവശ്യം നല്ല ആരോഗ്യം, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല അത്യാവശ്യം
സൈസും ഉണ്ട്. സൈസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഈ റോഡിൽ നിന്ന് എടുത്ത പശുവാണ്. ഈ പശു എടുത്ത് ഈ റോഡിൽ നിന്ന് എടുത്ത പശുവാണ്. ഏകദേശം 24 ലിറ്റർ പശു ഈ പാല് ഇത് വന്നിട്ടുണ്ട്. ഇത് 20 ലിറ്റർ, നമുക്ക് 21 ലിറ്റർ വരെ പാല് വന്നിട്ടുണ്ട്. ഇത് 17 ലിറ്റർ പാല് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഇത് ഈ റോഡിൽ നിന്ന് കിട്ടി, അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പരിഗണന എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നമ്മളിവിടെ വന്ന് അവിടെ നിന്ന് വരുന്ന പശുക്കളെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യും. ആ ബ്ലഡ് ചെക്ക് ചെയ്ത് വല്ല തൈലറി അനാപ്ലാസ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുന്നില്ല. ഈ ഒരു പശുവിന് നമുക്ക് ജസ്റ്റ് വന്നു, അതിന് ഇഞ്ചക്ഷൻ കൊടുത്തു, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പശുക്കൊന്നും ഈ ബ്ലാക്ക് മെജോറിറ്റിയിലെ പശുക്കൊന്നും അങ്ങനെ പ്രശ്നം വന്നുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഈ റോഡിൽ നിന്ന് വന്നാലും. അതുകൊണ്ടായിരിക്കും ജേഴ്സി പശുക്കളെ തെരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും അതിനാണ്. രോഗം വല്ലാണ്ട് പ്രശ്നങ്ങളോ രോഗങ്ങളോ കാൽസ്യത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വരാം. ഇപ്പൊ ഈ എച്ചപ്പിന്റെ പശുക്കൊക്കെ കാൽസ്യത്തിന്റെ പ്രശ്നം നല്ല വരാണ്ട്. മൂന്നാമത്തെ പ്രസവമൊക്കെ ആകുമ്പോഴത്തേന് പ്രസവിച്ച് കഴിഞ്ഞാൽ പശു വീഴുക, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. ഈ പശുക്കൊക്കെ അതുപോലെ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ കാലാവസ്ഥക്ക് ഇണങ്ങിയതായിരിക്കും. തീർച്ചയായിട്ടും നല്ല കാലാവസ്ഥക്ക് ഇണങ്ങിയതാണ്. പിന്നെ ഇതന്നെ ഈ രോഗം വന്നാലാണ് ഇതിൽ ഏറ്റവും നമുക്ക് ഈ ഫാം കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. എന്തോ ഓരോ രോഗങ്ങൾ വരുമ്പോൾ പശു വീണ് പോവുക, അകട് വീക്കം, പിന്നെ കാൽസ്യത്തിന്റെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്കിത് മടുപ്പും തോന്നും, പശുവും മെലിഞ്ഞു പോവും, പാലും പ്രശ്നം വരും. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കൾ എടുത്താൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല. അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പശുക്കൾക്ക് അസുഖങ്ങൾ? അല്ല, എന്റെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ചെറിയ പശുക്കൾ എടുത്തു, പിന്നെ ഒരു കുറച്ച് വൈഡായിട്ടുള്ള നല്ലൊരു HF എടുത്തപ്പോൾ ചെറിയ ബുദ്ധിമുട്ടിട്ട് തോന്നി. അതോടുകൂടി HF പശുക്കൾ അതോട് നിർത്തും ചെയ്തു. പിന്നെ വീണ്ടും ജേഴ്സി പശുക്കൾ തന്നെ ഫുള്ളാക്കി മാറ്റി. ഇത് മൂന്നാമത്തെ പ്രസവമാണ്. ഇതിന് 17 ലിറ്റർ പാല കെട്ടിന്ന്. ഇതിപ്പോ ഇവിടെ രണ്ടാമത്തെ പ്രസവം നമ്മൾ എടുത്തപ്പോ ശക്തനിൽ നിന്ന് നമ്മൾ ഈ റോഡിൽ നിന്ന് എടുത്താണ് പ്രസവം. ഇവിടെ വന്ന് പ്രസവിച്ച് വീണ്ടും കുത്തിവെച്ച് ഇവിടെ പ്രസവിച്ചു. ഇപ്പോഴും 21-22 ലിറ്റർ പാല്. ഫസ്റ്റ് ഇവിടെ കൊടുന്ന രണ്ടാം പ്രസവത്തിൽ 23 ലിറ്റർ ഒക്കെ പാല് വന്നിരുന്നു. ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് അന്ന് ചെറിയൊരു അകടിവിത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് അതിൽ വന്നുകൊണ്ട് ചെറിയൊരു പാല് ഇതിന് കുറവ് വന്നു. ഇപ്പത്തെ പ്രസവത്തിൽ ഒരു കാമ്പിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ പാല് വേരിയേഷൻ വന്നു. നല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇത് HF ചെറിയ ക്രോസ് ഇല്ലാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 18 ലിറ്റർ പാല് ഈ പശുവിന് കിട്ടുന്നുണ്ട്. ചെറിയ പശുവാണ്. ഇത് കടിഞ്ഞാണ്, കടിഞ്ഞൽ പശുവാണ്. കണ്ടതുകൊണ്ടില്ല. ഈ പശുവിന് 18 ലിറ്റർ പാലുണ്ട്. ഇത് പുറത്തുനിന്ന്, ഇത് സെക്കൻഡിൽ നിന്ന് എടുത്ത പശുവാണ്. ഈ പശുക്കുട്ടി ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ പശു നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് നമുക്ക് ഇവിടെ നാട്ടിൽ ചെറിയ വില ഉള്ള അന്ന് വന്നിട്ട്, അതുകൊണ്ട് നല്ല പാലും ഉണ്ട്, അത്യാവശ്യം മേനിയും കുഴപ്പമില്ലാത്ത നല്ല പശുവാണ്. ഈ പശു ഈ റോഡിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് എടുത്ത പശുവാണ്. ഇതിന് 21 ലിറ്റർ പശു പാല് വന്നിരുന്നു. കുട്ടികളെ വളർത്തിയെടുക്കുവാണ്. ഇപ്പൊ ഇത്രയും കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? അല്ല, ഇതിപ്പോ 2-3 പശുക്കൾ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നായിട്ട് പ്രസവിച്ചിട്ടുള്ളൂ. 4 പശുക്കൾ ഇപ്പൊ 4 ദിവസം കൊണ്ട് 3-4 പശുക്കൾ പ്രസവിച്ചിട്ടുണ്ട്. നമ്മള് വേറെ തൊഴുത്തിലാ കെട്ടിയിട്ട് കുട്ടികളെ ഇവിടെ മാറ്റി കെട്ടിക്കണം. പശുക്കൾ വേറെ ഉണ്ട്. ഇതിന്റെ മുന്നേ ഇപ്പൊ നമ്മള് ആ പശുവിന്റെ ഇവിടെ വളർന്ന കുട്ടി എന്ന് പറഞ്ഞല്ലേ, അതിന്റെ കുട്ടിയാണ് ഇത്. ഒരു കാളക്കുട്ടി, പൂഞ്ഞല്ല ടൈപ്പ് കാളക്കുട്ടി. അതുപോലെ ഇത് ഇതേപോലെ ഈ പശുവിന്റെ കുട്ടിയാണ്, പശുക്കുട്ടിയാണ്. നല്ല കുട്ടിയാണ്, നല്ല. അപ്പൊ അത് ചില നല്ല പശുക്കളൊക്കെ നമ്മള് കാണുമ്പോ നല്ല കുട്ടി പശുക്കുട്ടിയാണെങ്കിൽ നമ്മള് ഇതേപോലെ നിർത്തും. നമ്മളെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ വളർത്താൻ കൊടുക്കും. അങ്ങനെ ഇപ്പൊ 1-2 പശുക്കളെ നമ്മള് ഇതേപോലെ HF കുട്ടികൾ, ഇതേപോലെ നല്ല കുട്ടികളെ നമ്മള് ഫാമിലിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം അവരോട് പറഞ്ഞിരിക്കണേ, നല്ല വലുതായി ചെനപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ചെന പിടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കി നമ്മൾ നോക്കിക്കൊണ്ട് അതുവരെ നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റുകൾക്ക് കൊടുത്തുകൊണ്ട് ആ പശുക്കളെ നമ്മളിവിടെ കൊടുന്ന് നിർത്തും. അതിന് വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പൊ ഇവിടെ എത്രത്തോളം ലിറ്റർ പാലുൽപാദനം ഉണ്ട്? ഇപ്പോ ഏകദേശം ആവറേജ് 100, 110, 120 ആ റേഞ്ചിലൊക്കെ. അപ്പോൾ അത് നമ്മളെ ഈ ഫാമിൽ ഏകദേശം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഏത് ടൈമിലും ഒരു 120 ലിറ്റർ 110 ലിറ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അത് നമ്മൾക്ക് ലോക്കൽ സെയിൽ കൂടുതലുണ്ടായതുകൊണ്ട് പാല് കുറയാൻ പറ്റൂല. അത് നമ്മളിപ്പോ ഈ 7 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത കസ്റ്റമർ ഇപ്പോഴും നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് പാല് കൊടുത്തുകൊണ്ട് ഇതുവരെ ഒരു ദിവസം പാല് കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും നമ്മൾ പാല് കൊടുക്കാതിരിക്കേണ്ട അവസ്ഥ വരുത്തിയിട്ടില്ല. അപ്പൊ എപ്പോഴും ഒരു 100, 110, 120 ആ റേഞ്ചിലൊക്കെ എപ്പോഴും പാലുണ്ടാവും. അതിന്റെ ബാക്കി നമ്മൾ കുറച്ച് പാല് സൊസൈറ്റിയിൽ അളക്കും, ബാക്കി ഫുള്ള് ലോക്കൽ സീറ്റ് ആയിട്ട് കൊടുക്കുന്നു. അതെങ്ങനെയാണ്? കുറച്ച് ചെനയും പിന്നെ കുറച്ച് പാലുകൾ കൂടുതലുള്ള പശു അങ്ങനെയല്ല? അല്ല, റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ചില പശുക്കൾക്ക് നമുക്ക് ചെന പിടിക്കാത്ത ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നാല് 2-3 പ്രാവശ്യം പ്രത്യേകിച്ച് കണ്ട് അങ്ങനെ നടക്കണില്ല എന്ന് തോന്നുമെങ്കിൽ അപ്പൊ നമ്മൾ സെയിൽ ചെയ്യും. അത് പിന്നെ അതേപോലെ
മറ്റേ പുതിയ പശുക്കളപ്പം എടുക്കും. പിന്നെ പശുക്കൾ എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു 4-3 പശുക്കൾ ഒരിക്കലും എടുക്കലില്ല. 2 പശു എടുക്കും, 1 പശു എടുക്കും, അല്ലെങ്കിൽ 3 പശു എടുത്താൽ തന്നെ നമ്മൾ ആരെങ്കിലും വന്നാൽ നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും പശു വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഈരോട് നിന്നൊക്കെ പോരുമ്പോൾ ചിലപ്പോൾ 3 പശുക്കെ എടുത്ത് പോരും. അപ്പോൾ വേറെ 1 പശു ആർക്കെങ്കിലും സെയിലായി കൊടുക്കും. നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും പോരുന്നതിൽ ചെറിയൊരു എക്സ്പെൻസ് ആര് വെച്ചുതരും ചെയ്യും. അപ്പോൾ 2-3 പശു എടുക്കുമ്പോൾ 2 പശു നമ്മൾ നിർത്തും, 1 പശുവിനെ വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഞാൻ പറഞ്ഞില്ല 2 പശുക്കളെ വളർത്തിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇത്രയും പശുക്കളെ വാങ്ങിച്ചിട്ടുള്ളത്. അല്ല വേറെ ക്യാഷ് വേറെ എടുത്തുങ്ങാണ്ടോ ഒന്നും ചെയ്തില്ല. ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മറ്റേ നമുക്ക് പശുക്കൾ മറ്റേ ഇതുപോലെ ക്ഷീരവികസന വകുപ്പിന്റെ പശുക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കീമുകളൊക്കെ 5 പശു യൂണിറ്റ് ഒക്കെ മറ്റേ ക്ഷീരവികസന വകുപ്പിന്റെ നമുക്ക് 5 പശുക്കളെ ഇത് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 25-26 പദ്ധതിയിൽ 1.5 ലക്ഷം രൂപ 5 പശു 1.5 ലക്ഷം രൂപ. അപ്പൊ എത്ര രൂപയ്ക്കാണ് നമ്മൾ വീടുകളിൽ കൊടുക്കുന്നത് പാലിപ്പോ നമ്മള് ഏകദേശം 90 ലിറ്ററോളം 100 ലിറ്ററിന്റെ അടുത്തൊക്കെ ഡെയിലി പാല് സപ്ലൈ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ എത്ര രൂപയ്ക്ക് ഒരു വീടുകളിൽ കൊടുക്കും? ലിറ്ററിന് 76 രൂപ. ഇതുവരെ 72 രൂപയ്ക്ക് നമ്മൾ കൊടുത്തിന്ന്. ഇപ്പൊ മിൽമക്കും പാലും സൊസൈറ്റിയിലൊക്കെ പാല് കൂടി ഈ മാസം മുതൽ നമ്മൾ 4 രൂപ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് ലോക്കൽ സെയിലിലും. അപ്പൊ 76 രൂപ ഏകദേശം 1 ലിറ്ററിന് നമുക്ക് കിട്ടും. അപ്പൊ മിൽമയില് നമ്മള് പാലളക്കുമ്പോ നമുക്ക് എത്ര രൂപയ്ക്ക്? നമുക്ക് വളരെ കുറവായിരിക്കും. 45-47 ആ റേഞ്ചിലൊക്കെ വരും. അത് ജേഴ്സിന്റെ ആയതുകൊണ്ടാണ്. HF പശുക്കളാണെങ്കിൽ അത്രയും കിട്ടൂല. ഇപ്പൊ ഏകദേശം 40 രൂപ 39 രൂപ HF വളർത്തുന്ന കുറച്ച് ആൾക്കാരെ നമ്മളറിയാം. അപ്പൊ അവർക്കൊക്കെ സൊസൈറ്റിയിൽ കിട്ടുന്ന 39 രൂപ 40 രൂപ 41 രൂപ അതൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കാരും കൂടുതൽ കിട്ടുന്നതായിരിക്കില്ലേ? നമുക്ക് അതല്ലേ ജേഴ്സി പശുക്കളാകുമ്പോൾ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് നമുക്ക് ഒന്ന് മാർക്കറ്റ് ഉണ്ട്. ജനങ്ങൾ ഇത് വാങ്ങിക്കും. നല്ല ക്വാളിറ്റി നല്ല ഫാറ്റുള്ള പാലാണ്. അപ്പോൾ എന്തായാലും വീട്ടുകാർ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൽ എന്തായാലും വാങ്ങിക്കും. അതിൻ്റെ പുറത്ത് നമുക്ക് കൂടുതൽ പാലുണ്ടെങ്കിൽ അത് സൊസൈറ്റിയിൽ നടന്നാലും HFന്റെ പാലിനേക്കാളും നമുക്ക് ഫാറ്റും കാര്യങ്ങളും അവിടെ റേറ്റും കിട്ടും ചെയ്യും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ജേഴ്സി പശു. ഇപ്പൊ വീട്ടിൽ നമ്മൾ പാല് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ആ പാല് കൊണ്ട് തന്നെ ഇവിടുത്തെ പാല് കൊണ്ട് തന്നെ കുറേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അവര് മോര് നെയ്യ് കാര്യങ്ങളൊക്കെ ഇവരെ ഒരു 1/2 ലിറ്ററോ 1 ഗ്ലാസ്സോ പാല് മേടിക്കണ പോലെയൊക്കെ. പക്ഷെ ഓല് മാസത്തിൽ 2-3 കുപ്പിയൊക്കെ നെയ്യ് അവര് അതിന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓൽക്ക് വരുന്ന ബാലൻസിന് പാല് അത്രയും കുറേ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓല് ചോദിക്കുമ്പോൾ ഓല് പറഞ്ഞു ചിലപ്പോൾ നമ്മളെടുത്ത് തന്നെ ഇപ്പൊ നമ്മള് നെയ്യും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട്. അപ്പൊ നെയ്യ് വേണം ചോദിക്കുമ്പോൾ അത് വേണ്ട, നമ്മള് മാസം നമ്മൾ തന്നെ ഉണ്ടാക്കി ഈ പാലിൽ തന്നെ ഉണ്ടാക്കണ്ടല്ലോ, എൻ്റെ പാലിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് നെയ്യും കാര്യങ്ങളൊക്കെ. കുറേ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു. തീർച്ചയായിട്ടും സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല 7 വർഷമായിട്ട് എനിക്ക് ലോക്കൽ സെയിൽ കൊണ്ടാണ് ഈ ഫാം മുന്നോട്ട് പോകുന്നത്. ലോക്കൽ സെയിൽ അത്യാവശ്യം നല്ല പാല് നമ്മൾ എത്രത്തോളം നല്ല ക്വാളിറ്റിയിലെ പാല് കസ്റ്റമർക്ക് കൊടുക്കുന്നു, നല്ല പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് അത്രത്തോളം നമ്മൾ വിജയിക്കും. അത് നമ്മൾ ആത്മാർത്ഥതയും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ഉണ്ടായാൽ മതി. അപ്പൊ ഈ പാൽ അളക്കുന്ന സൊസൈറ്റിയിലാണ് ഗവൺമെന്റ് സപ്പോർട്ട് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മളെ മറ്റേ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ. ഡോക്ടർമാർ അഭിപ്രായം തേടിയിട്ട് അപ്പോൾ ഡോക്ടർമാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവട്ടോ, അത് തരണം ചെയ്ത് പോയാൽ നീ ഈ കഴിച്ചിലാവുന്നു എന്നോട് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. സംഭവം ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ടിങ്ങൾ ഉണ്ടായി. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള നല്ല കാൽസ്യങ്ങളും കാര്യങ്ങളും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനത്തെ സംഭവങ്ങളും ഏത് സമയത്ത് വിളിച്ചാലും ഡോക്ടർമാർ ഇവിടെ എത്തും. അതാണ് നമ്മൾ ഏറ്റവും ചില സമയത്ത് നല്ല ബുദ്ധിമുട്ട് രാത്രികളിലും നൈറ്റിലൊക്കെ ഉണ്ടായി. അതൊക്കെ നല്ല സപ്പോർട്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നായിട്ടാണെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ക്ഷീരവികസന വകുപ്പിന്റെ നല്ല സഹായങ്ങൾ നമുക്ക് ഉണ്ടായിട്ട്. അതായത് കറവ് മെഷീൻ ഉണ്ട്, കറവ് മെഷീൻ സബ്സിഡി ഇട്ടിട്ടുണ്ട്. 5 പശുക്കളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ തന്നെ മറ്റേ പുല്ല് വെട്ടണ ഷാഫ് കട്ടറിന്റെ അത് സബ്സിഡിയിൽ കിട്ടിയതാണ്. പഞ്ചായത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു മിൽക്ക് യൂണിറ്റിന്റെ ഒരു പദ്ധതി 50,000 അതിലൊരു 25,000 സബ്സിഡി. അതിലാണ് പ്രഷർ വാഷർ കാര്യങ്ങളൊക്കെ അതൊക്കെ പഞ്ചായത്തിന്റെ നമുക്ക് ലഭിച്ചതാണ്. അങ്ങനെ സർക്കാരിന്റെ പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ നേടിയെടുക്കാൻ നോക്കിയിട്ടുമുണ്ട്, അത് ലഭിച്ചിട്ടുമുണ്ട്. നമ്മളതിന് ശ്രമിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ശ്രമിക്കാത്തത് കൊണ്ടില്ല പ്രശ്നമാണ്. നമ്മൾ സർക്കാരിന്റെ അല്ലേ അത് കിട്ടാൻ നല്ല കുറെ ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോകണം, ഓഫീസിൽ പോകണം. ശരിക്കും നമ്മളവിടെ ചെല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓല് ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണെങ്കിലും അതിന് നല്ല സപ്പോർട്ട് ചെയ്ത് അവര് നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിക്കാനും എടുപ്പിക്കാനും നോക്കുള്ളൂ ചെയ്യാം. അതൊക്കെ പഴയ കാലത്ത് എല്ലാവരും പറഞ്ഞു സർക്കാർ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ കിട്ടൂല, ബുദ്ധിമുട്ടാണ്, എല്ലാ പ്രശ്നങ്ങളും അവരെ സഹായം കൊണ്ടൊന്നും നടക്കൂല. പക്ഷെ അതൊക്കെ മാറി, കാലം മാറിയിരിക്കണം. ഇപ്പൊ നമ്മൾ എത്രത്തോളം സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും നമ്മൾ നേടിയെടുക്കണം എന്നാണ്. എൻ്റെ ഫാമിലുള്ള ഏകദേശം മെഷീനും കാര്യങ്ങളും എല്ലാം എനിക്ക് സബ്സിഡിയിൽ കിട്ടിയത് തന്നെയാണ്.
അതേപോലെ പശുക്കളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ തൊഴുത്തിന് പ്രത്യേകത വളരെ സിമ്പിൾ ആയിട്ടാണ് പണിതിരിക്കുന്നത്. വളരെ ചെലവ് കുറച്ചായിരിക്കും പണിതേക്കാൻ തോന്നുന്നില്ല, കണ്ടിട്ട് എനിക്ക് അങ്ങനെ അതെ 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 അത് ചെലവ് കുറച്ചാണ്. ഞാൻ പറഞ്ഞല്ലേ നമ്മള് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള പശുക്കളാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. 2 പശുക്കൾ എടുത്തപ്പോൾ നമ്മളിത് ക്യാഷോ കാര്യങ്ങളോ പ്രവാസിയാണ് നിർത്തി പോകുന്ന സമയത്ത് വലിയ ക്യാഷൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ഏറ്റവും എങ്ങനെയൊക്കെ ചെലവ് കുറച്ചുകൊണ്ട് തൊഴുത്ത് നിർമ്മിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ചെറിയ പൈസ നമ്മൾ ഇതെടുത്ത് ഇപ്പൊ ഏകദേശം പുതിയ ഫാമുകളൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ വലിയ പശുക്കള് ആദ്യം ഒരു 10 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 5 ലക്ഷം റുപ്യേന്റെ വലിയൊരു ഷെഡും വലിയ ഹൈടെക് ഒക്കെ കരുതിങ്ങാണ്ട് സ്റ്റാർട്ടിങ് വരുന്ന പോലെ തന്നെ ഇത് ഫണ്ട് ഫുള്ള് ഫാമിലേക്ക് ഇട്ടിട്ട് പിന്നെ പശുക്കളെ വാങ്ങാനോ അല്ലെങ്കിൽ 5 പശുക്കളെ വാങ്ങിക്കാനുള്ള പൈസ വലിയിട്ടുണ്ടാവും. ഈ 5 പശുക്കൾ കറവ് ഒരു 3 മാസമായി കഴിഞ്ഞാൽ റിപ്പീറ്റ് പശുക്കൾ എടുക്കാനുള്ള ക്യാഷ് അവരടുത്ത് ഇൻവെസ്റ്റ് ഉണ്ടാവില്ല. പിന്നീട് അത് വാങ്ങിക്കാനോ അങ്ങനെ കുറേ ഫാമുകളും ഇതുവരെ പൂട്ടിപ്പോയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെ തുടങ്ങിയോല് പിന്നെ എല്ലാ ലാഭത്തിലും സെറ്റും ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഹൈടെക് ഫാമൊക്കെ വെച്ചിങ്ങാണ്ട് ഒക്കെ സെറ്റാക്കുകയാണെങ്കിൽ വലിയ വലിയ പശുക്കൾ വെച്ചിങ്ങാണ്ട് അങ്ങനെയൊക്കെ ചെയ്യണ നല്ല വിജയത്തിൽ എത്തിക്കുന്നു. അതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ് ഇതിൽ മുടക്കിയിട്ടുള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പശുക്കോ ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 10 പശുക്കളെ വളർത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ എത്ര പശുക്കളെ നിർത്താവുന്ന രീതിയിൽ ചെയ്തത്? 10 പശുക്കളെ നിർത്താം. 10 പശുക്കൾ ഇവിടെ നിർത്താട്ടോ. അതെ ഇവിടെ നമ്മൾ കുട്ടികളെയാണ് ഇപ്പൊ നിർത്തുന്നത്. ഈ സൈഡിൽ കുട്ടി തീറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ അങ്ങനെ ആകുമ്പോൾ ഇത് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കുട്ടികളുള്ളൂ. എന്നാലും നമുക്ക് ഗ്യാപ്പ് കിട്ടാം. വലിയ പശുക്കളെ നിർത്തിയാൽ ചെറിയ ബുദ്ധിമുട്ട്, ഫേസ് ടു ഫേസ് നിർത്തുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നതായിട്ടുണ്ട്. അപ്പൊ പിന്നെ വൈക്കോലൊക്കെ കൂടുതൽ വരുമ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യാൻ ഗ്യാപ്പ് ഉണ്ട് കണ്ട അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പുൽത്തൊട്ടി മാത്രം വെള്ളം ഒക്കെ പുൽത്തൊട്ടിയിൽ പാത്രത്തിൽ വെച്ചു കൊടുക്കും. അതന്നെ ചെയ്യണം. അവർക്ക് നിൽക്കാൻ നല്ലൊരു സ്ഥലം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ റബ്ബർ മാറ്റ് ഇട്ടിട്ടുണ്ട്. റബ്ബർ മാറ്റ് ഫുൾ ഇട്ടു. പിന്നെ മേൽക്കൂരയാണ് സാധാരണ ഷീറ്റ് ഇട്ടുങ്ങാണ്ട് കഴിഞ്ഞിന്റെ ഇതൊക്കെ അതൊക്കെ വെച്ചുങ്ങാണ്ട് ഇവിടെ ചൂട് കൂടുതൽ അടിക്കൂല. ചൂടിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മളെ ഫാനും കൂടി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തില്ല. ഒറ്റ ഫാൻ അത് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് നമുക്ക് അറിയില്ല ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ഫസ്റ്റ് തുടക്കത്തിൽ ഒരു ഫാൻ ഇവിടെ സെറ്റ് ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫാനും കൂടി സെറ്റ് ചെയ്തില്ല. ഇത്രയും വലിയ കഠിനമായ ചൂടിലും കൂടിയും ഒരു പശുവിനും ഇവിടെ കാൽസ്യത്തിന്റെ ഒരു പ്രശ്നം കൂടി വന്നിട്ടില്ല. ഇല്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ 10 പശുക്കൾ നിൽക്കുന്നത് ഇത്ര ഇപ്രാവശ്യം ഉണ്ടായ ചൂടൊക്കെ എത്രത്തോളം കഠിനമാണ്. പക്ഷെ ഒരു പശുവിനും ഒരു കാൽസ്യത്തിന് മറ്റേ ക്ഷീണോ ബുദ്ധിമുട്ടോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാറ്റ് കയറി ഇറങ്ങാവുന്ന രീതിയിൽ അത് തീർച്ചയായിട്ടും കാറ്റ് 2 സൈഡിലും കയറി ഇറങ്ങാം. അത്ര സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പ് മുകളിലേക്കും ഉണ്ട്. 2 സൈഡിലും കാറ്റ് വേറെ ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് വായു സഞ്ചാരം നല്ല നടക്കും. അതിവിടെ ചെയ്തെന്ന് വെച്ചാല് അധികം പശുത്തൊഴുത്തിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ പശുക്കൾക്ക് വേണ്ടിയുള്ള തീർച്ചയായിട്ടും പശുക്കൾക്ക് വാങ്ങിട്ട് 2-3 പശുക്കൾക്ക് കുറഞ്ഞ വിലകള് അത് നമ്മൾ പഠിക്കണം. പശുവിനെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞങ്ങാണ്ട് അല്ലെങ്കിൽ അങ്ങനെ കഴിയും അത്ര ലാഭം കിട്ടും എന്തെങ്കിലും വലിയ പശുവിനെ വാങ്ങിച്ചങ്ങാണ്ട് നമ്മൾ ക്യാഷ് കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 1-2 പശുക്കള് ചെറിയ പശുക്കൾ എടുത്ത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കറവ് അറിയില്ല. കറവ് പഠിച്ചതിൻ്റെ ഫാദർ ഒരു സൈഡിലിരിക്കും, ഞാനൊരു സൈഡിലിരിക്കും. 2 പേരും കൂടെ കൂടിങ്ങാണ്ട് കറന്നെടുത്തിങ്ങാണ്ട് അങ്ങനെ 1.5 മാസം കൊണ്ട് കറവ് പഠിച്ചു. അതേ കൈക്കറവ് ഞാൻ ഏകദേശം 2 വർഷത്തോളം കൈക്കറവ് എടുത്ത് 6-7 പശുക്കൾ. അത് ഫുള്ള് പ്രാക്ടീസ് ആയതിൻ്റെ ശേഷം പിന്നെ ജോലിക്കാരും വെക്കാം. പിന്നെയാണ് എനിക്ക് സബ്സിഡി കിട്ടിയത്. ഈ കറവ് മെഷീൻ്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ ഒന്നോട്ട് സബ്സിഡി അല്ലെങ്കിൽ ഞാൻ അന്ന് കൊടുക്കൂല. ഫണ്ട് ഒന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ സബ്സിഡി കിട്ടുന്നു പാസ്സായി വന്നപ്പോൾ അന്ന് മെഷീൻ എടുത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് മെഷീനിൽ കറവും കാര്യങ്ങളൊക്കെ. ഇപ്പൊ സാധാരണ നല്ലൊരു തൊഴുത്ത് പണിയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ പശുക്കൾ നിർത്താൻ പറ്റും. ഇങ്ങനെ നിർത്തും മെയിൻ്റെനൻസും കാര്യങ്ങളും ചിലവൊക്കെ വരില്ലേ? അല്ല മെയിൻ്റെനൻസിനുള്ളത് വർക്കൊന്നും ഇപ്പം ഇതിന്മേൽ കൂടുതലില്ല. മെയിൻ്റെനൻസ് വരെ നമ്മളിപ്പോൾ ഈ ഫാമിൻ്റെ മുകളിൽ വല്ല മരങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ തടവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും പൊട്ടി വീണാൽ ഷീറ്റ് നഷ്ടപ്പെടും. അങ്ങനെയുള്ള സംഭവിക്കാം. അല്ലാത്ത രീതിയിൽ വർഷാവർഷം ഒന്നും വരില്ല. ഇപ്പോൾ 4-5 വർഷം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 7 വർഷമായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഷീറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം മുന്നേ ഒരു 4 വർഷത്തോളം 4-5 വർഷത്തോളം ഫസ്റ്റ് ഇട്ട ഷീറ്റാണ് നിന്നു. പിന്നെ ഇപ്പോൾ 2 വർഷമായിട്ടുള്ള ഒരു ഷീറ്റ് ഇട്ടിട്ട് അപ്പോൾ ആദ്യം ഇട്ട ഷീറ്റിൻ്റെ മുകളിൽ വേറെ ഷീറ്റും കൂടി ഇട്ടുങ്ങാണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. വലിയ ബുദ്ധിമുട്ടോ വേറെ കൂടുതൽ എക്സ്പെൻസോ നമുക്ക് സ്റ്റാർട്ടിങ് ഇത്രയും തൊഴുത്ത് പണിയാൻ തന്നെ ചെറിയ ക്യാഷുകൾ വന്നിട്ട് ഇനിയിപ്പോൾ വർഷത്തിൽ ചെറിയൊരു 4000-5000 രൂപ നമുക്ക് എക്സ്പെൻസ് വന്നാലും ആ ഒരു ബുദ്ധിമുട്ടല്ല. നമ്മളിപ്പോൾ ഇത്രയും ഏകദേശം ഇപ്പോൾ ഒരു 10 പശുക്കൾ ഇങ്ങനെ ഒരു ഫാം ഹൈടെക് ആക്കി നിർത്തണമെങ്കിൽ എങ്ങനെയായാലും ഒരു 6 ലക്ഷം-7 ലക്ഷം രൂപ ചുരുങ്ങിയത് വേണം. തീർച്ചയായിട്ടും വേണം. അതൊന്നും ഇതിപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു 50,000 രൂപേൻ്റെ ഉള്ളിൽ ഈ ഫാം ഇങ്ങനെ പണി ചെയ്താൽ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ സമയത്ത്. ഇനിയിപ്പോൾ വർഷത്തിൽ ഇപ്പോൾ ഒരു 4000 രൂപ നമുക്ക് ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് വന്നാലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഹൈടെക് ആക്കാൻ താല്പര്യമുണ്ട് കുറച്ചുകൂടി ഫാം.
അത് കുറച്ച് ഭാവിയിൽ കുറച്ചും കൂടി ടൈമാണ്. ആ ടൈമിൽ പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഫണ്ട് കണ്ടെത്തുന്ന ഇതിന് തന്നെ ആയിരിക്കും. അതായത് നമ്മൾ പുറത്തുനിന്ന് ക്യാഷ് കണ്ടെങ്ങാണ്ട് ഒരു ഹൈടെക് ഫാം നിർമ്മിക്കാൻ പദ്ധതി ഇല്ല. ലോൺ എടുക്കുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നമ്മൾ മനുഷ്യനാണ്, പല ഇടകളും പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ താല്പര്യമല്ല. പിന്നെ ഇതുപോലെ തന്നെ സർക്കാരിന്റെ വല്ല പദ്ധതികളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടാൻ പറ്റും നോക്കും. അതാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പൊ ഇവിടുത്തെ പശുക്കളുടെ പാല് കുറയുമ്പോ അപ്പൊ എന്ത് ചെയ്യും? പാല് കുറയുമ്പോൾ നമുക്ക് മറ്റേ പശുക്കൾ ചേഞ്ച് ചെയ്യാറുണ്ട്. നമ്മൾ കുത്തി വെച്ചാൽ പിടിക്കാത്ത പശുക്കളാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യും, പശുക്കളെ ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇതിൽ തന്നെ 2-3 പശുക്കൾ ഇപ്പോൾ പാല് വളരെ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു 100 ലിറ്റർ പാല് ഏകദേശം 120 ലിറ്റർ അതിനെല്ലാം നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പശുക്കൾ വേറെ നമുക്ക് വേറെ തൊഴുത്തുണ്ട്, അവിടെ പശുക്കളുണ്ട്. പ്രസവിക്കാനോ പശുക്കളും വേറെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പശുക്കളെ ഇനി അവിടെ റെഡി ആയി കഴിഞ്ഞാൽ പ്രസവിച്ച് പാല് റെഡി ആയി കഴിഞ്ഞാൽ അപ്പത്തിന് ഇവിടുന്ന് ഞങ്ങൾ പശുക്കളെ ആരെങ്കിലും കുറഞ്ഞ വിലക്ക് പശുക്കളെ ചെറിയ പാലിന്റെ പശുക്കൾ ആരെങ്കിലും വേണം അങ്ങനെ ചോദിച്ച് വരാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആള് വന്നാൽ ചെറിയ പശുക്കൾക്ക് അങ്ങനെ സെയിലാക്കും. എന്നിട്ട് നമ്മൾ പുതിയ പശുക്കൾ ഇങ്ങോട്ട് കയറ്റും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും ഈ ഒരു പശുക്കളെ എനിക്ക് പശുവിനെ വേണമെന്ന് ആഗ്രഹം, അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. അത് വീഡിയോ കാണുന്നവർക്ക് പശുക്കളെയും കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ എന്ത് ഹെൽപ്പും പുതിയ ഫാം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ പശു വളർത്താനോ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് കാണുകയും ചെയ്യാം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പശുക്കളെ വേണമെങ്കിലും സെയിൽ ചെയ്യും. ഓക്കെ. ഇപ്പൊ സാധാരണ ഇപ്പൊ ഹൈബ്രിഡ് പശുക്കളാണ് കൂടുതലും പശുത്തൊഴുത്തിലുള്ള എല്ലാവരും മിക്കവരും. അപ്പം അല്ല, ജേഴ്സിയിൽ ഹൈബ്രിഡ് അങ്ങനെ പശുക്കള് HF ക്രോസ് HF ഇല്ല, ജേഴ്സിയിൽ നല്ല ജേഴ്സി പശുക്കളാണ് അപ്പൊ നമ്മൾ എടുത്തില്ലേ. അത്യാവശ്യം 20 ലിറ്റർ 21 ലിറ്റർ 17 ലിറ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്ത പശുക്കളൊക്കെ നമ്മൾ എടുത്തില്ലേ. ജേഴ്സിയിലെ ഏറ്റവും ടോപ്പ് പശുക്കൾ. അപ്പൊ വേറെ പശുക്കൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. അതെവിടെയാ? അതവിടെ നമുക്ക് വേറെ തൊഴുത്തുണ്ട്. പശുക്കൾ വന്നാൽ നമ്മൾ അവിടെ നിർത്തും, ക്വാറന്റൈനിൽ നിർത്തും. അതേപോലെ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തൊഴുത്തിൽ വന്നിരിക്കുകയാണ്. 5 പശുക്കളുണ്ട് ഇവിടെ. ഓക്കെ. 5 പശുക്കൾ അപ്പർ സൈഡ് ഞാൻ കണ്ടില്ല. ഓക്കെ. ഇതിപ്പോ എത്ര ലിറ്റർ പാലുള്ള പശുക്കളാണ്? ഇതൊക്കെ ഇപ്പൊ പ്രസവിച്ചിട്ടുള്ളൂ. ഇത് കടിഞ്ഞൂൽ പശുവാണ്. ഇത് മറ്റേ അത് 2ാമത്തെ പ്രസവമാണ്. അതിന്റെ അപ്പുറത്ത് 2ാമത്തെ പ്രസവമാണ്. അതിന്റെ അപ്പുറത്തും 3ാമത്തെ പ്രസവം. ലാസ്റ്റ് ഒന്നുണ്ട് 2ാമത്തെ പ്രസവമാണ്. ഓക്കെ. അപ്പൊ ഇതിങ്ങളാണ് പാലുൽപാദനത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. അവിടെ കറ പറ്റുമ്പോ ഇതിങ്ങളെ അപ്പുറത്ത് അതെ. അവിടെ കറ പറ്റുമ്പോ അവിടെ പശുക്കള് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇതിലിപ്പോ 4 പശുക്കൾ ഇപ്പോ പെട്ടെന്ന് ഒരുമിച്ചായി. നമ്മൾ ആദ്യം കൊടുക്കുന്ന പശുക്കളും ഉണ്ടായിരുന്നു 1-2 പശുക്കൾ. അപ്പൊ ഒരുമിച്ച് ഇപ്പൊ 1 നിലയായിട്ട് അതിന്റെ ചെറു കുട്ടികളുണ്ടാവും ഫാമിലി കിടക്കും. ആ പശുക്കൾ ഇത് പ്രസവിച്ചിട്ടില്ല, അത് കടിഞ്ഞാണ്. ഓക്കെ. ഇത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ആഗ്രഹിക്കുമായിരിക്കും ഇതുപോലത്തെ ജേഴ്സി പശുക്കൾ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് കൊടുക്കുമോ? തീർച്ചയായിട്ടും. പശുക്കളെ കൊടുക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ആരും വന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വരണം. ഇവിടെ വന്ന് നമ്മൾ വീഡിയോ വിട്ടുകൊടുത്തുങ്ങാണ്ട് അല്ലെങ്കിൽ വീഡിയോ മറ്റേ നമ്മൾ വേറെ ചാനൽ കാണുന്ന പോലെ വീഡിയോ വിട്ടുകൊടുത്തുങ്ങാണ്ട് പശുക്കളെ വിട്ടുകൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. ഇവിടെ പശുക്കൾക്ക് ആവശ്യക്കാർ വന്നാല് നമ്മൾ പശുക്കളെ അവർ കണ്ട് നല്ല സപ്പോർട്ട്, അവർക്ക് തോന്നി നല്ല പശുവാണ്, ഇത്ര പാല് കിട്ടും, അവർക്ക് എല്ലാ ആഗ്രഹത്തോടും സന്തോഷത്തോടു കൂടിയും ഏത് പശുക്കളെയും നോക്കിങ്ങാണ്ട് കൊടുക്കുക. അതൊക്കെ നമ്മള് അത്യാവശ്യം നല്ല പശുക്കളാണ്, നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ഉള്ളത്. ഒരു മുട്ട പശു ഉണ്ട്, കൊമ്പ് അങ്ങനെ ഒരു കൊമ്പില്ല ടൈപ്പാണ്. വേറെ റേറ്റിലുള്ള പശുവാണ്. പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിലൊക്കെ പാല് കൊടുക്കുന്ന ഫാമുകാർ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലത്തെ ജേഴ്സി പശുക്കൾ നിർത്താൻ. അതായത് ഹൈബ്രിഡ് പശുക്കളുടെ ഒപ്പം നിങ്ങൾ നിർത്താനോ അങ്ങനെയുള്ളവർക്കും ഫാറ്റ് കിട്ടും. തീർച്ചയായിട്ടും. വീട്ടന്മാരൊക്കെ വന്ന് പ്രത്യേകിച്ച് വന്നുകാണ്ട് നല്ല പശുക്കളെ കാമ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെങ്ങാണ്ട് അവർക്ക് നല്ല സന്തോഷമായിട്ട് കൊണ്ടുപോകാം. നമുക്ക് ആരെങ്കിലും വീഡിയോയില് വിട്ടുകൊടുത്തെങ്ങാണ്ടോ കാര്യങ്ങളോ പശുക്കളെ വിട്ടുതരോ കയറ്റിവിടാ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. ചോടത്തിനാണെങ്കിൽ നമുക്ക് ഏത് പശുക്കളെ എടുക്കാം. ഇത് നമ്മളെ ഫാമിൽ നിർത്താനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അതിന്നിപ്പോ ആവശ്യക്കാർ വന്നാൽ നമ്മൾ കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടുകൂടി ഫാമിൽ കറക്കും, ഒരു കുഴപ്പമില്ല. നമ്മൾ ആ പാലും അതിന്റെ ക്വാളിറ്റിയും കണ്ടുകൊണ്ട് പശുക്കളെ കൊടുക്കുന്നതാണ്. വലിയൊരു മറ്റേ 25-30 ലിറ്റർ പാല് കിട്ടണം അല്ലെങ്കിൽ വലിയ പശുക്കൾ വേണമെന്ന് കരുതിങ്ങാണ്ട് വരാനും പറ്റില്ല. ഒരു 20 ലിറ്റർ പാല്, 15 ലിറ്റർ, 17 ലിറ്റർ ആ റേഞ്ചില് പാലിന് പശുക്കൾ മാത്രം വന്നാൽ നല്ല പശുക്കള് ഒരു കുഴപ്പമില്ല. പേടിയാണ്. ഞാൻ വന്നോണ്ടാണ് ഇച്ചിരി പേടിയുണ്ട്. അപ്പൊ ഫാമിന്റെ കാര്യങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫാമിന്റെ രാവിലെ കാലത്ത് 4 മണിക്ക് അവർ വരും, ജോലിക്കാർ വരും. അത് 4 മണിക്ക് നമ്മളും ഏകദേശം ദിവസങ്ങളിലൊക്കെ നമ്മൾ അവർ വന്നിക്കണോ നമ്മൾ നോക്കാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. ഇതിന്റെ മുന്നേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ചിലപ്പോ അവര് എണീക്കാൻ വൈകിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ഏകദേശം ദിവസങ്ങളിലൊക്കെ 4 മണിക്ക് ഫാദർ എണീക്കും. എന്റെ ഫാദർ തന്നെ എണീച്ച് അവര് ജോലിക്കാർ ഫാമിലി എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും.
അതിനുശേഷം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേന് അവർ ക്ലീനിങ്ങും കാര്യങ്ങൾ ഫുള്ള് കഴിയും. അത് കഴിഞ്ഞാൽ കറവ് സ്റ്റാർട്ട് ചെയ്യും. കറവ് സ്റ്റാർട്ട് ചെയ്താൽ 6:30 ആകുമ്പോഴത്തേന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ പാലും നമ്മളെ വീട്ടിൽ അവരെത്തിച്ചു തരും. അവര് പാല് വീട്ടിൽ കറന്നു കഴിഞ്ഞാൽ വീട്ടിൽ പാല് വീട് തൊട്ടടുത്ത് തന്നെ പാല് അവിടെ എത്തിച്ചു തരും. പിന്നെ നമ്മളവിടുന്ന് ലോക്കൽ സെയിലും ബോട്ടിലും അത് കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യണേ. ബോട്ടിലാക്കലും വീട് സപ്ലൈ ചെയ്യലൊക്കെ നമ്മളാണ്. പിന്നെ ഒരു 7 മണി 7:15 ആകുമ്പോഴത്തേന് പുല്ല് കൊടുക്കലും എല്ലാം കഴിഞ്ഞാണ്ട് അവർ ഫ്രീ ആവും. പിന്നെ അവർ പുല്ല് വെട്ടാൻ പോകും. അതേപോലെ ഉച്ചക്ക് ഒരു 1:30-2 മണിയാകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് ക്ലീനിങ് കാര്യങ്ങൾ കഴിയും. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു 1 മണിക്കൂറിനുള്ളിൽ കറവ് കഴിയും. 4-4:30 ആകുമ്പോഴത്തേന് എല്ലാം ക്ലിയറായി. കാലത്തേക്കുള്ള പുല്ലും കൂടി ഇവിടെ ഷാഫ് കട്ടറിൽ വെട്ടി വെച്ച് അവിടെ ജോലി കഴിയും. അപ്പൊ ഈ ഒരു പശു വളർത്തൽ മേഖലയിലേക്ക് ഇതിലേക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണോ? അല്ല, സ്പെൻഡ് ചെയ്യേണ്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തുടക്കത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. നൈറ്റിലൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് പശുക്കള് സ്റ്റാർട്ടിങ്ങിലൊക്കെ പശുക്കള് രാത്രി നൈറ്റിലൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മള് തൊഴുത്തിൽ തന്നെ കുറേ ദിവസങ്ങൾ കടന്ന സമയങ്ങളുണ്ട്. നമുക്ക് പേടി കൊണ്ടാണ് ഇതെന്ത് സംഭവിക്കും, പശു എപ്പോൾ പ്രസവിക്കും, ബുദ്ധിമുട്ടുകൾ കണ്ടാല് പിന്നെ അതിന്റെ മറ്റേ മറു എപ്പോൾ പോരും അതൊന്നും അറിയില്ല. 3 മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് സമയങ്ങളുണ്ടായിട്ടുണ്ട് തുടക്കത്തിലൊക്കെ. ഇപ്പൊ ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഒരു പശു പ്രസവിച്ച എത്ര പെട്ടെന്ന് മറു പോരും. അതിനെങ്കിൽ അത് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ട് നമ്മൾ കൂടുതൽ നിൽക്കൂല. ആ ടൈമിലൊക്കെ വന്ന് നോക്കും. പശു പ്രസവിക്കാനായാലും നമ്മൾ ഇപ്പൊ ഇന്നലെ നൈറ്റിലൊരു പശു പ്രസവിച്ചു, ഇന്നലെ വൈകിട്ട് ഒരു പശു അവിടെ പ്രസവിച്ചിട്ടുണ്ട്, ഞാൻ നൈറ്റിലൊരു പ്രസവിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഉറക്കം ഫുൾ ടൈം കളഞ്ഞിരുന്നു. ഇപ്പൊ അതൊന്നും കളയാനില്ല. അതൊക്കെ നമുക്ക് അറിയാം, പഠിച്ചു. ഏകദേശം എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പൊ കൂടുതലൊന്നും ഞാനൊന്നും കൂടുതൽ സ്പെൻഡ് ചെയ്യണില്ല ഫാം. അപ്പൊ ഇവിടുത്തെ ചാണകം എന്ത് ചെയ്യും? ചാണകം നമുക്ക് ചാണകത്തിന്റെ കുഴിയുണ്ട് മേഖല നമ്മുടെ സ്ഥലത്തിന്റെ കുഴിയുണ്ട്. അത് ഈ സമയത്ത് കുഴിയിലിടും. പിന്നെ ഇപ്പൊ കുറച്ച് നമ്മള് ചാക്കിൽ കെട്ടിയിട്ട് പച്ച ചാണകം കെട്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാണ്. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട്, സ്ഥലത്തിന് നിരത്തിയിട്ട് ഫുള്ള് ഉണക്കിങ്ങാണ്ട് അത് നല്ല ഡിമാൻഡ് വെക്കണം. ആണോ ഇപ്പൊ തന്നെ ഇപ്പോഴിപ്പോ ആളുകൾ വിളിച്ചുകൊണ്ട് സാധനമല്ല, അത് വന്നുകൊണ്ട് സ്പോട്ടിൽ കയറ്റി പോകും. നമ്മൾ തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. 250 രൂപ ഒരു ചാക്കിന് നമുക്ക് റേറ്റും കിട്ടും. 600-700 ചാക്കൊക്കെ അത്യാവശ്യം നല്ല സെയിൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു വരുമാനമാണോ? എക്സ്ട്രാ വരുമാനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് വൈക്കോല് മേടിക്കണ്ട്. ഇപ്പൊ ഒരു നേരം നമ്മള് വൈക്കോലിനില്ലേ ആ തീറ്റക്കില്ല ചിലവ്. വൈക്കോല് നമ്മൾ കൊല്ലത്തിൽ നല്ല സംഖ്യക്കുള്ള വൈക്കോലുണ്ട്. ആ വൈക്കോലിന്റെ പൈസ ഒക്കെ നമ്മള് ചാണകത്തുമ്പണ്ടാവും. അപ്പൊ ഏതൊക്കെ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാനുണ്ട്? നമ്മള് നെയ്യുണ്ട്, മോരുണ്ട്. ഇത് മോര് തളിരുന്നില്ല പേരില് ബ്രാൻഡ് നമ്മളെ കടകളിലൊക്കെ ഉണ്ടാവും. തളിർന്നാണ് പേര്. ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കൂ കേട്ടോ. ശുദ്ധമായ പാലിൽ നിന്നുണ്ടാക്കിയതാണ് മോര്. പിന്നെ ഏത് പ്രോഡക്റ്റ്? നെയ്യുണ്ട്. നെയ്യ്. ഇത് എത്ര ലിറ്ററിന്റെ? എത്ര രൂപ വരും? ഇത് 1/2 ലിറ്ററിന് 700 രൂപ. 700 രൂപ. നമ്മുടെ ജേഴ്സി പശുവിൽ നിന്നുണ്ടാക്കുന്നതാണ് ഇത്. ഇപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മള് ഏകദേശം നമ്മള് എല്ലാം സർവീസ് ഓൺലൈനിൽ കൊറിയറിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്കലിൽ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊണ്ടുപോയി കൊടുക്കും. 250 വരുന്നുണ്ട്. അതിന് 350 രൂപ. 350 വരും. അപ്പൊ ചേട്ടന് 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച ക്ഷീരകർഷകൻ അവാർഡാണ് അത്. 2023-24 യുവ കർഷകനുള്ള കേട്ടോ. ചെമ്മാണിയോട് ക്ഷീരസംഘത്തിൽ നിന്നാണ് കിട്ടിയത്. അത് ബ്ലോക്ക് തല അല്ലേ? പെരിന്തൽമണ്ണ ബ്ലോക്ക്. വേറെ ഏതാ? ഇത് പഞ്ചായത്തിന്റെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച യുവ കർഷകൻ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന യുവ ക്ഷീരകർഷകനായ മുഹമ്മദ് സാലിഹിന്റെ പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.